ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി റമദാനൊക്കെ വരുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് മാത്രം ഫുഡ് ഉണ്ടാക്കി കൊടുക്കേണ്ടതൊക്കെ വരില്ലേ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ ബിരിയാണീൻ്റെ റെസിപ്പിയും റമദാനൊക്കെ അല്ലേ, അപ്പോൾ ചെറിയ ചെറിയ കുറച്ച് ടിപ്സൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഉള്ളിയും ക്യാരറ്റും ബീൻസും നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണോ പച്ചക്കറി ഉള്ളത് അതൊക്കെ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട്, അതുപോലെ തന്നെ മാഗി ക്യൂബ് ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് കിട്ടും. അത് വേണമെങ്കിൽ അത് ഇടാം. നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന പോലെ, അപ്പോൾ തക്കാളി ഇടണ്ട ഫ്രൈഡ് റൈസ് ആണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് തക്കാളി ഇടണം കേട്ടോ. അപ്പോൾ നമ്മൾ വെജ് ബിരിയാണി ആയതുകൊണ്ട് തക്കാളി ഇടുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ബിരിയാണി മസാല. മുളക് പൊടി നമ്മൾ ഓൾറെഡി ഇടുന്നതുകൊണ്ടാണ് ലാസ്റ്റ് ഒരു മുളക് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അധികം എരിവ് വേണ്ട എന്നുള്ളത് കൊണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ ഒന്നെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിൻ്റെ ഒപ്പം തന്നെ മുളകും ചതച്ചിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അപ്പം തന്നെ എരിവിന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ തൈരും ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഒരു കപ്പിന് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ തിളപ്പിച്ച് വെക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് രാവിലത്തെ പരിപാടിയാണല്ലോ, അപ്പോൾ ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്. റമദാനാകുമ്പോൾ പിന്നെ ഉപ്പേരിൻ്റെ ആവശ്യം രാവിലെ വരില്ല. ഇതതിന് മുന്നെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒന്നിച്ച് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ പടവലങ്ങ ഉപ്പേരിയാണ്. കടുക് പൊട്ടിച്ച് ഉള്ളിയിട്ട് പച്ചമുളക്, തേങ്ങ, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് കഴുകി വാർത്ത് വെച്ചിട്ടുള്ള പടവലങ്ങ ഇട്ടിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കഴിഞ്ഞാൽ അത് വേവുമ്പോൾ നല്ല കിടിയിൽ പടവലങ്ങ ഉപ്പേരി റെഡിയാവും കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബിരിയാണി ലഞ്ച് ബാഗിലാക്കിയിട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. ബിരിയാണി ആകുമ്പോൾ പിന്നെ അഡീഷണൽ ഉപ്പേരി വേണ്ട, അത്യാവശ്യത്തിന് അതുപോലെ പച്ചക്കറി കഴിക്കുകയും ചെയ്യും. അപ്പോൾ ബിരിയാണി അവിടെ റെഡി. ഇനി നമ്മൾ ഈവനിങ് സ്നാക്സ് ആയിട്ട് മുട്ട ബജ്ജി, കായ ബജ്ജി, മുളക് ബജ്ജി, പൊട്ടാറ്റോ ബജ്ജി, അതുപോലെ ഓണിയൻ റിങ്സ്, അങ്ങനെ എല്ലാം ഉണ്ടാക്കുന്നതിന് പറ്റിയൊരു ബാറ്ററാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. 1/2 കിലോയിൽ കുറച്ച് കുറവുണ്ട്, കാരണം കുറച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ബാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ് പൊടി, കായത്തിൻ്റെ പൊടി ഇതും കൂടെ ചേർക്കുക. 3/4 സ്പൂണിലധികം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. 1.25 സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഒരു ചെറിയ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. കുറച്ച് കായം ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും കേട്ടോ അതിൻ്റെ ഓക്കെ ആണോ എന്നുള്ളത്. ഇത് നമ്മൾ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെച്ചാൽ നമുക്ക് റമദാനിൽ പെട്ടെന്ന് എടുത്തിട്ട് അതൊന്ന് വെള്ളം മാത്രം ആഡ് ചെയ്താൽ മതി. നമുക്ക് ഓൾറെഡി ഇങ്ങനെ ബജ്ജി മാവ് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും. അതിന് കടലമാവിനേക്കാളും വില കൂടുതലുമാണ്. അപ്പോൾ അത് നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു കാര്യമുള്ളൂ. അതങ്ങനെ ചെയ്യാം. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്തതിൽ നമുക്ക് സംഭവം ശരിയാവുമോ ഇല്ലയെന്ന് ആർക്കെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടാവും. ആ ഡൗട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയും കൂടെ ചെയ്യേണ്ടത് കേട്ടോ. നമ്മൾ ആ ബാറ്ററിലേക്ക് വെള്ളം മാത്രമേ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇത് നമ്മൾ ഓണിയൻ റിങ്ങും ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ കായ ബജ്ജി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒണിയൻ റിങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒണിയൻ റിങ് പിന്നെ അത് നമ്മൾ ഉണ്ടാക്കിയ പഴയ ക്രിസ്പിയോട് കൂടി കഴിക്കുമ്പോഴാണ് ആ ക്രിസ്പിനെസ് കിട്ടുള്ളൂ. അതെല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ നല്ല ഒരു നുള്ളു പോലും നമ്മൾ അപ്പസോഡ ചേർത്തിട്ടില്ല കേട്ടോ. എങ്കിലും നമുക്ക് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഞാൻ എപ്പോൾ വീട്ടിലുണ്ടാക്കുമ്പോഴും അപ്പസോഡ ചേർക്കാറില്ല കേട്ടോ. അല്ലാണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കുക. നല്ല സോഫ്റ്റായിട്ട് അടിപൊളിയായിട്ട് കിട്ടും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.